Good morning, students. The next topic, mixed type of problems. Mixed type of problems constraints are greater than or equal to or less than equal to or equal. Slack variables are introduced in the case of less than or equal to, and surplus variables and artificial variables are introduced at the time of greater than equal to. Only artificial variables are introduced if the constraints are equal to type. In objective function, plus m is introduced in the case of minimization and minus m in the case of maximization. Problem has the value of artificial variables. ഒന്നുമില്ല, സിമ്പിൾ സാധനമാണ്. നമ്മൾ നേരത്തെ മിനിമൈസേഷൻ്റെ കേസിലും മാക്സിമൈസേഷൻ്റെ കേസിലും പഠിച്ചിട്ടില്ലേ? അപ്പം മിനിമൈസേഷൻ്റെ കേസിലാണെങ്കിൽ അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും. മാക്സിമൈസേഷൻ്റെ കേസിലാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു. അപ്പം നമുക്ക് മാക്സിമൈസേഷൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒബ്ജക്റ്റീവിന് മിനിമൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മിനിമൈസേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഉള്ളത്, മാക്സിമൈസേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ള ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ നമ്മളവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ നമ്മളവിടെ സ്ലാക്ക് വേരിയബിൾസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ അവിടെ സ്ലാക്ക് വേരിയബിൾസും, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വരുമ്പോൾ സർപ്ലസ് വേരിയബിൾസും ആർട്ടിഫിഷ്യൽ വേരിയബിൾസും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം മിക്സഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് ആദ്യം നമ്മൾ ചെയ്തത് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു. പിന്നെ ചെയ്തതെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു. ഇപ്പോൾ രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ രണ്ടും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, അല്ലെങ്കിൽ രണ്ടും ലെസ് ദാൻ ഈക്വൽ ടു, അല്ലെ രണ്ടും ഈക്വൽ ടു ആയിരുന്നു. അപ്പോൾ പക്ഷേ മിക്സഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എന്നാൽ രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവും സെക്കൻഡ് കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടുവും വരും. അല്ലെ മൂന്ന് കൺസ്ട്രെയിൻസ് ഉണ്ടാവുക. ഒരു കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഈക്വൽ ടു, മൂന്നാമത്തത് ഈക്വൽ ടു. ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള കൺസ്ട്രെയിൻസ് ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? അതിനെയാണ് മിക്സഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് പറയാം. സോ മിക്സഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഈക്വൽ ടു മൂന്നും വരും. സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. Surplus variables or artificial variables introduced at the case of greater than or equal to. Only artificial variables, ഇപ്പോൾ ഈസ് ഈക്വൽ ടു എന്ന് മാത്രം വരികയാണെങ്കിൽ അവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് മാത്രമേ വരുള്ളൂ. അത് നമ്മളിതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ സർപ്ലസും ആർട്ടിഫിഷ്യലും വരും. ലെസ് ദാൻ ഈസ് ഈക്വൽ ടു വരുമ്പോൾ സ്ലാക്ക് വേരിയബിൾ മാത്രമേ വരുള്ളൂ. പക്ഷേ ഈക്വൽ ടു എന്ന് മാത്രം വരുമ്പോൾ ആണെങ്കിൽ അവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലസ് എം ആണെങ്കിൽ മിനിമൈസേഷൻ്റെ കേസിൽ, മൈനസ് എം ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാക്സിമൈസേഷൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളാണ്. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട, അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമൈസ് സെറ്റ് ഈസ് ഈക്വൽ ടു 30x1 + 40x2 സബ്ജക്റ്റ് ടു x2 greater than equal to 100, x1 greater than equal to 200, x1 plus x2 is equal to 250, x1 x2 greater than is equal to 0. അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് മിനിമൈസ് ആണ്. മിനിമൈസ് ആണെങ്കിൽ എന്താ ചെയ്യാം? മിനിമൈസ് ആണെങ്കിൽ പ്ലസ് എം ഇൻട്രൊഡ്യൂസ്ഡ് മിനിമൈസേഷൻ ആണെങ്കിൽ പ്ലസ് എം എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മാക്സിമൈസേഷൻ ആണെങ്കിൽ മൈനസ് എം ആണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മറന്നു പോകരുത്. അപ്പോൾ മിനിമൈസ് ആണ്, ഇപ്പോൾ പ്ലസ് എം ആണ് വരിക ആർട്ടിഫിഷ്യൽ വേരിയബിൾ. അപ്പോൾ സെറ്റ് 30x1 + 40x2 സബ്ജക്റ്റ് x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 100 ഒരു കൺസ്ട്രെയിൻസ്. രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് x1 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 200. അപ്പോൾ ഒന്ന് ഗ്രേറ്റർ ദാനും ഒന്ന് ലെസ് ദാനും. മൂന്നാമത്തെ കൺസ്ട്രെയിൻസോ x1 + x2 ഈസ് ഈക്വൽ ടു 250. അപ്പോൾ മൂന്ന് ടൈപ്പ് കൺസ്ട്രെയിൻസ് അല്ലേ? ഇതിനെയാണ് മിക്സഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് പറയും. ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക എങ്ങനെയാണ്? സോ x1 x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അവിടെ സൊല്യൂഷൻ ഒന്നുമില്ല, സിമ്പിൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, കൺവേർട്ട് ദ കൺസ്ട്രെയിൻസ് ഇൻ ഈക്വാലിറ്റി ബൈ ഇൻട്രൊഡ്യൂസിങ് സ്ലാക്ക്, സർപ്ലസ് ആൻഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. അപ്പോൾ സ്ലാക്ക് വേണം, സർപ്ലസ് വേരിയബിൾ വേണം, ആർട്ടിഫിഷ്യൽ വേണം. കാരണം ഒന്ന് ലെസ് ദാൻ ഈക്വൽ ടു ഉണ്ട്, മറ്റൊന്ന് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഉണ്ട്. ഇപ്പോൾ രണ്ടും വരുന്നത് കൊണ്ട് ഈക്വൽ ടു ഉണ്ട്, മൂന്നും വരുന്നത് കൊണ്ട് അവിടെ സ്ലാക്ക് വേരിയബിൾസ് വേണം, സർപ്ലസ് വേരിയബിൾ വേണം, ആർട്ടിഫിഷ്യൽ വേരിയബിൾ വേണം. അപ്പോൾ വാല്യൂ ഓഫ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ എമ്മും സർപ്ലസ് വേരിയബിൾ 0 കൊടുക്കും. നമ്മൾ ഇക്വേഷനെ മാറ്റി എഴുതാം. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ
ടു 100 ആയിരുന്നു. അപ്പോൾ x1 നമ്മൾ എപ്പോഴും കൺസ്ട്രെയിൻസ് എഴുതുമ്പോൾ x1 x2 എഴുതണം സാധാരണ. അപ്പോൾ x1 ഇവിടെ ഇല്ലാത്തത് കൊണ്ട് 0s1 എഴുതുന്നുണ്ട്. x1ൻ്റെ വാല്യൂ ഇല്ലാതെ, അപ്പോൾ 0x1 എന്ന് പറഞ്ഞാൽ 0 എന്നർത്ഥം, വെറുതെ എഴുതുന്നതാണ്. 0x1 പ്ലസ് x2 മൈനസ് s1 പ്ലസ് a1 സ്ലാക്ക് വേരിയബിൾസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. അടുത്തത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് മൈനസ് s1 പ്ലസ് a1 എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ വേരിയബിൾസും അതുപോലെ തന്നെ സർപ്ലസ് വേരിയബിൾസും എൻ്റർ ചെയ്ത്. സോ 0x1 പ്ലസ് x2 മൈനസ് s1 പ്ലസ് a1 ഈസ് ഈക്വൽ ടു 100. ഇനി അടുത്ത് ഈക്വേഷൻ ഉണ്ടാക്കാൻ അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. പിന്നെ രണ്ടാമത്തെ എന്തായിരുന്നു? രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. ലെസ് ദാൻ എന്ന് വരുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച സ്ലാക്ക് വേരിയബിൾസ് ആഡ് അല്ലേ ചെയ്യാം. അപ്പോൾ x2 ഇല്ല, x2 ഇല്ലാത്തതിന് പകരം നമ്മൾ 0x2 എന്ന് ജസ്റ്റ് കൊടുക്കുന്നതെന്ന് മാത്രം, കൊടുത്തില്ലേലും പ്രശ്നമൊന്നുമില്ലേ. x1 പ്ലസ് 0x2 പ്ലസ് s ഈസ് ഈക്വൽ ടു 200. സ്ലാക്ക് വേരിയബിൾ ആയതുകൊണ്ട് ആഡ് ആണ് ചെയ്യുക. ദെൻ s2 എന്ന് എഴുതണേ, ആടാ s1 നേരത്തെ എഴുതി, ഇപ്പം s2 എഴുതണം. അടുത്തത് x1 പ്ലസ് x2 പ്ലസ് a2 ഈസ് ഈക്വൽ ടു 250. a2 എഴുതിയത് എന്തുകൊണ്ടാ? രണ്ടാമത്തെ കൺസ്ട്രെയിൻസിന് a2 എഴുതാൻ എന്തുകൊണ്ടാ? രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് എന്തായിരുന്നു? സ്ലാക്ക് വേരിയബിളാണ്. സ്ലാക്ക് വേരിയബിൾസ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഒറ്റ വേരിയബിൾസ് നമ്മൾ എഴുതും. സ്ലാക്ക് വേരിയബിൾ മാത്രം s2 എന്ന് പറയുന്ന വേരിയബിൾ, അതിന് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് എഴുതാൻ പാടില്ല, കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട്. ദെൻ ഈക്വൽ ടുവിന് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഈക്വൽ ടു എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ വേരിയബിളേ വരുള്ളൂ, സ്ലാക്കും സർപ്ലസും വരില്ല. എന്തുമാത്രം? ആർട്ടിഫിഷ്യൽ വേരിയബിൾ. ഇപ്പോൾ a1 നേരത്തെ എഴുതിയതുകൊണ്ട് ഇപ്പോൾ a2 എഴുതണം. സോ എന്താ എഴുതുക? x1 പ്ലസ് x2 പ്ലസ് a2 ഈസ് ഈക്വൽ ടു 250. സോ x1 x2 s1 s2 a1 a2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. നമ്മളതിനെ കുറച്ച് സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ എഴുതുന്നത്, കോളം വൈസ് എഴുതുന്നത് x1 x2 s1 s2 a1 a2 x3 xb. അപ്പോൾ ഫസ്റ്റ് x1 എന്ന് പറയുന്ന കോളം 0, നെക്സ്റ്റ് 1 x2 1 0 1 s1 മൈനസ് 1 0 0 s2 0 1 0 a1 1 0 0 a2 0 0 1. അതെല്ലാം അറിയാലോ. xb 100 200 250. ഇനി സ്റ്റെപ്പ് 2 എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? മിനിമൈസ് z ഈസ് ഈക്വൽ ടു 30x1 പ്ലസ് 40x2 ആയിരുന്നു. അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ മാറ്റും. മിനിമൈസ് z ഈസ് ഈക്വൽ ടു 30x1 പ്ലസ് 40x2 പ്ലസ് 0s1 പ്ലസ് 0s2 പ്ലസ് ma1 പ്ലസ് ma2. മിനിമൈസ് ആയതുകൊണ്ട് പ്ലസ് m ആണ് എഴുതുക, മാക്സിമൈസ് ആണ് മൈനസ് ma1 ആയിരിക്കും എഴുതുക. അപ്പോൾ മിനിമൈസ് z ഈസ് ഈക്വൽ ടു 30x1 പ്ലസ് 40x2 പ്ലസ് 0s1 പ്ലസ് 0s2 പ്ലസ് ma1 പ്ലസ് ma2. ഇത്രയും എല്ലാവർക്കും നേരത്തെ അറിയുന്ന പോലെ തന്നെ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു മാറ്റവും ഇല്ല. ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ വരയ്ക്കുക. ഫസ്റ്റ് ബി സി സി ബി x1 s2 s1 s2 a1 a2 തീറ്റ xb ഡിവൈഡ് ബൈ x2. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു മാറ്റവും ഇല്ല, ഞാൻ ഇത്രയേ മാറ്റമുള്ളൂ. a1 s നമ്മളവിടെ എടുക്കുക വാല്യൂ a1 s2 a2. a1 a2 ഉള്ളതുകൊണ്ട് a1 a2 എടുക്കണം, അതുപോലെ s2 എടുക്കണം. കാരണം അവിടെ a1 a2 അല്ലേ നമ്മളെ പ്രധാനമായിട്ടുള്ള വാല്യൂ. s1 മൈനസ് ആയതുകൊണ്ട് മൈനസ് s1 എടുക്കില്ല, അതിന് പകരം s2 എടുത്ത്. സോ നമ്മുടെ a1ൻ്റെ വാല്യൂ m, s2ൻ്റെ വാല്യൂ 0, a2ൻ്റെ വാല്യൂ m. xb അറിയാലോ 100 200 250. x1 അറിയാം 0 1 1, x2 1 0 1, s1 മൈനസ് 1 0 0, s2 0 1 0, a1 1 0 0, a2 0 0 1. സോ അപ്പോൾ നമ്മൾ x2 x1 വെച്ചിട്ട് ഏറ്റവും മാക്സിമൈസ് ആയിട്ടുള്ള ഒരു വാല്യൂ x2ൽ ഫസ്റ്റ് റോയിലുള്ള 1 എടുത്ത് 1ന് നമ്മൾ എലിമെൻ്റ് കൊടുത്ത്, സോ അതുകൊണ്ട് തീറ്റ ഈസ് ഈക്വൽ ടു xb ഡിവൈഡ് ബൈ x2 കൊടുത്ത്. സോ 100 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 100. ഇനി s2ന് വാല്യൂ ഇല്ല, വാല്യൂ ഉണ്ടോ? അപ്പോൾ ആ കോളം ബ്ലാങ്ക് ആയി കിടന്നോട്ടെ, അല്ലെങ്കിൽ അതിന് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. a2 എന്ന് പറയുന്ന റോല് നമുക്കറിയാം 250 ഡിവൈഡ് ബൈ 1 250. ഇനി സി ജെ അറിയാലോ, സി ജെ എന്നാണ് ഒബ്ജക്റ്റീവ്. 30 x1 30 x2 40 s1 0 s2 0 a1 m a2 m. സെഡ് ജെ അറിയാലോ, നേരത്തെ ചെയ്ത പോലെ തന്നെ m ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1 പ്ലസ് m ഇൻറ്റു 1, സോ m. അടുത്തത് x2 ആണെങ്കിലോ
m into 1 plus 0 into 0 plus m into 1 2m വരും. നെക്സ്റ്റ് S1 ആണെങ്കിൽ മൈനസ് m into 1 സോറി m into minus 1 plus 0 into 0 plus m into 0 minus m. S2 ആണെങ്കിൽ m into 0 plus 0 into 1 plus m into 0 0. A1 ആണെങ്കിൽ m into 1 plus 0 into 0 plus m into 0 m. A2 m into 0 plus 0 into 0 plus m into 1 m. അപ്പോൾ നമുക്ക് Zj m 2m minus m 0 m m കിട്ടി. ഇനി Cj minus Zj 30 minus m 40 minus 2m m 0 0 0. അപ്പം നമ്മൾ അതിൻ്റെ നമ്മൾ മാക്സിമൈസ് വാല്യൂ നമ്മളെ ക്വസ്റ്റ്യൻ മിനിമൈസ് അല്ലേ, മിനിമൈസ് ആകുമ്പോൾ അതിൻ്റെ മാക്സിമൈസ് എടുക്കണം 40 മൈനസ് 2m. ക്വസ്റ്റ്യൻ മിനിമൈസ് ആകുമ്പോൾ മാക്സിമൈസ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ഒബ്ജക്റ്റീവിനനുസരിച്ച് സെറ്റ് ചെയ്യണം. 40 മൈനസ് 2m നമ്മളെടുത്ത്. അപ്പോൾ x2 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ സോറി Zj കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ x2 ആണ് എന്ത് ചെയ്യുന്നത്, ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 40 മൈനസ് 2m. സോ x2 ഈസ് ദ ഇൻകമിംഗ് ഫാക്ടർ. കീ എലിമെന്റ് ഈസ് 1. സോ ബേസിക് വേരിയബിൾ a1 വിൽ ബി ഡിപ്പാർട്ട് ഫ്രം ദ സൊല്യൂഷൻ. അപ്പം നമുക്ക് a1 a2 എന്തായാലും ഒഴിവാക്കണം. അപ്പോൾ a1 നമ്മൾ ആദ്യം ഒഴിവാക്കി. സോ x2 കോളം ഈസ് ടു ബി കൺവേർട്ടഡ്. അപ്പോൾ x2 കോളം മാറ്റണം. x2-നെ ഇൻകമിംഗ് ഫാക്ടർ ആയിട്ട് എടുത്തത്, a1-ന് പകരം x1 x2 എടുക്കും. അപ്പോൾ x2-ന്റെ വാല്യൂ കൺവേർട്ട് ചെയ്ത് 1 0 0 ടു ഗെറ്റ് എ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ. എന്നിട്ട് നമ്മൾ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ റഫായിട്ടൊന്ന് വരക്കും. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, XB, X1, X2, S1, S2, A2. അപ്പം നമ്മൾ ഫസ്റ്റ് റോയിൽ വരുന്നത് 250 മൈനസ് 100 ആണ്. അപ്പോൾ നമുക്ക് 150 അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ 100, 200, 150 എങ്ങനെയാണ് വന്നതെന്ന് അറിയാലോ. ഇതാ അവിടെയുണ്ട് വാല്യൂ. ഫസ്റ്റ് വാല്യൂ 100 ആണ്, സെക്കൻഡ് വാല്യൂ 250 ആണ്, അതവിടെയുണ്ട്. പക്ഷെ നമ്മൾ S2-ന്റെ വാല്യൂ ഇതാ ഫസ്റ്റ് 100, S2-ന്റെ വാല്യൂ മാറ്റമൊന്നുമില്ല 200. പക്ഷെ തേർഡ് റോയിലെ വാല്യൂ മാറ്റമുണ്ട്. 250 മൈനസ് ബേസ് എത്രയാ 100 അല്ലേ, 100 150 അങ്ങനെയാണ് 150 ആയത്. X1 നമ്മൾ മാറ്റി 0 1 1 ആക്കി. S2 മാറ്റി 0 1 1 ആയി. ദെൻ S1 മൈനസ് 1 0 1, S2 0 1 0, A2 0 0 1. ഇനി നമ്മൾ സെക്കൻഡ് ടേബിൾ ഈ ഇത് റഫ് ടേബിളാണ് നേരത്തെ കാണിച്ചത്. അപ്പോൾ സെക്കൻഡ് ടേബിൾ ഈ റഫ് ടേബിളിൻ്റെ ബേസിൽ X2 ഏതൊക്കെയാണ് വരിക, A1-ന് പകരം S2 വന്ന് X2 S2 A2. 40 0 m വരും, 100 200 150 വരും. X1 0 1 1, X2 1 0 0, S1 മൈനസ് 1 0 0, S2 0 1 0, A2 0 0 1. തീറ്റ XB ഡിവൈഡ് ബൈ X1. കാരണം X1 ആണ് അതിനകത്ത്. ദെൻ A2-ലെ X2 ഓൾറെഡി നമ്മൾ എടുത്ത്. A2-ലെ മിനിമം, A2 എന്ന് പറയുന്ന റോയിലെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ 100 ഡിവൈഡ് ബൈ 0 0, 200 ഡിവൈഡ് ബൈ 1 200, 150 ഡിവൈഡ് ബൈ 1 150. അപ്പോൾ നമ്മൾ മിനിമം വാല്യൂ 150 ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, CJ കാണാം. CJ അറിയാം 30 40 0 0 m. A1 പോയി. ഇനി Zj നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഞാൻ ഇനിയും പറയുന്നില്ലേ, m 40 m മൈനസ് 40 0 m. CJ മൈനസ് Zj 30 മൈനസ് m 0, 40 മൈനസ് m 0 0. അപ്പോൾ അതിൻ്റെ മിനിമൈസ് ദ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ അവിടെ സെക്കൻഡ് സിംപ്ലക്സ് ആകുമ്പോഴേക്കും നമ്മൾ മിനിമൈസിലേക്ക് എത്തി. നേരത്തെ മാക്സിമൈസിലെത്തി ഫസ്റ്റ് ടേബിളിൽ, സെക്കൻഡിലാകുമ്പോൾ മിനിമൈസിലേക്ക് എത്തി. അപ്പോൾ 40 മൈനസ് എമ്മും 30 മൈനസ് എമ്മും ഉണ്ട്. മിനിമൈസ് വാല്യൂ എടുക്കുമ്പോൾ 30 മൈനസ് എം. സെക്കൻഡിലാകുമ്പോൾ പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവിലേക്ക് എത്തണേ. ഫസ്റ്റിലേക്ക് മാക്സിമൈസ് എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 30 മൈനസ് എം എടുത്ത്. സോ നെഗറ്റീവ് വാല്യൂ ഈസ് 30 മൈനസ് എം. സോ X1 ഈസ് ദ ഇൻകമിംഗ് ഫാക്ടർ. ബേസിക് വേരിയബിൾ A2 വിൽ ബി ഡിപ്പാർച്ചർ. അപ്പോൾ X1 ഇൻകമിംഗ് ഫാക്ടർ അപ്പോൾ A2 പോയി. A2-നെ നമ്മൾ ഒഴിവാക്കി. കീ എലിമെന്റ് 1 ആയിട്ട് എടുത്ത്. X2 കോളം കൺവേർട്ടഡ് 0 0 1ലേക്ക്. സോ ഇവിടെ റഫായിട്ട് നമ്മൾ ചെയ്ത് ഫസ്റ്റ് റോ XB 100, സെക്കൻഡ് റോ XB 50 വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 100 ഇവിടെ ഓരോന്നിൻ്റെ 150 മൈനസ് 100 സോറി 150 അല്ല 200 മൈനസ് 150 അങ്ങനെയാണ്. ഫസ്റ്റ് റോ 100 തന്നെ വരും. സെക്കൻഡ് റോയിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നത് S2-ൽ. അപ്പോൾ 200 മൈനസ് 150 അങ്ങനെ നമുക്ക് 50 കിട്ടും. ലാസ്റ്റ് കോളത്തിൽ മാറ്റമൊന്നും വരുത്തില്ല, A2 ഓൾറെഡി മാറ്റം വരുത്തിയതാണ്.
അപ്പോൾ 150 A2 നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ x1 മാറി 0 0 1 ആയി, x2 1 0 0, s1 -1 -1 1 ആയി, s2 0 1 0 1. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. എന്നിട്ട് നമ്മൾ തേർഡ് സിംപ്ലക്സ് ടേബിൾ വരക്കും. x2 തേർഡ് സിംപ്ലക്സ് ടേബിളിൽ x2 s2 s1 ആവും. A2 പോയി, A2ന് പകരം x1 ആയി. 40 0 30 100 50 150 വരും. x1 മാറ്റമൊന്നുമില്ല, 0 0 1, x2 1 0 0, s1 -1 -1 1, s2 0 1 0. എലിമെന്റിൽ മാറ്റമൊന്നുമില്ല, നേരത്തെ മുന്നേ ചെയ്ത് അതേപോലെ ചെയ്യും. cj 30 40 0 0, zj 30 40 -1 0, cj -zj 0 0 10 0. പ്രശ്നമൊന്നുമില്ലല്ലോ. തേർഡ് സിംപ്ലക്സ് ടേബിൾ വാല്യൂ is 0 or positive. We can get a feasible solution, that is x1 is equal to 150, x2 is equal to 100. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് മിനിമൈസ് z is equal to 30 x1 plus 40 x2, z is equal to 30 into 150 plus 40 into 100, 8500. ഞാൻ കുറച്ച് ഫാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ല, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, ഇവിടെയാണ് ഒരു മാറ്റമുള്ളൂ. അപ്പോൾ നമ്മളോട് മിനിമൈസ് ദ ഫംഗ്ഷൻ ആണ് പറഞ്ഞത്. z 30 x1 plus 40 x2, കൺസ്ട്രെയിൻസ് x2 greater than or is equal to 100, x1 less than or is equal to 200, x1 plus x2 is equal to 250. അപ്പോൾ ഗ്രേറ്റർ ദാനും ലെസ് ദാനും 250 ഈക്വൽ ടു ഉള്ളത് കൊണ്ട് നമ്മൾ 3 വേരിയബിൾസിനെയും ആഡ് ചെയ്യും, സ്ലാക്കും സർപ്ലസും ആർട്ടിഫിഷ്യലും. അതുപോലെ തന്നെ നമ്മൾ കൺസ്ട്രെയിൻസിനെ കൺവേർട്ട് ചെയ്യും ഈക്വൽ ടുയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ സർപ്ലസ് വേരിയബിൾ ആർട്ടിഫിഷ്യലും വേരിയബിൾ വേണം. അതുപോലെ x2 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് x1ന് 0 കൊടുക്കും. 0 x1 plus x2 minus s1 plus a1 is equal to 100. രണ്ടാമത്തെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ആയിരുന്നു, അപ്പോൾ ആ സ്ലാക്ക് വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്ലസ് s2 ആണ് ഇടാവും, അവിടെ s2 ഉണ്ട്. x1 plus 0 x2 plus s2 is equal to 200. മൂന്നാമത്തത് ഈക്വൽ ടു ആണ്, ഈക്വൽ ടു ആകുമ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് മാത്രമേ ഉണ്ടാവും. x1 plus x2 plus a2 is equal to 250. ബാക്കിയൊക്കെ ഇനിയെല്ലാം സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. x1 s2 s1 s2 a1 a2ന് വാല്യൂ കൊടുക്കും, b കൊടുക്കും. നമ്മൾ അടുത്തത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. അതൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ മിനിമൈസ് z is equal to 30 x1 plus 40 x2 plus 0 s1 plus 0 s2 plus m a1 plus m a2. ഓക്കെ, അതൊന്നും ഇനി നമ്മൾ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ വരക്കും. അതിൻ്റെ cj മൈനസ് zj എന്ന് പറയുന്ന വാല്യൂ കാണും. അതിൻ്റെ അകത്ത് നമ്മൾ വാല്യൂ കണ്ടിട്ട് കീ എലിമെന്റ് കാണും. കീ എലിമെന്റ് കണ്ടിട്ട് അതിൻ്റെ അകത്ത് മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ, ആദ്യം മോസ്റ്റ് ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ കണ്ടെത്തും. എന്നിട്ട് ആ നെഗറ്റീവ് വാല്യൂ കണ്ടെത്തുന്ന ആ കോളത്തെ നമ്മൾ ഇവിടെ x2 ഇൻകമിങ് ഫാക്ടറായിട്ട് കണ്ടെത്തും. അതുകൊണ്ട് തന്നെ a1നെ നമ്മൾ ഡിപ്പാർച്ചർ ഒഴിവാക്കും. എന്നിട്ട് x2 കോളത്തെ കൺവേർട്ട് ചെയ്ത് 0 1 ഫോമിലേക്ക് മാറ്റും. സോ 1 0 0 എന്നുള്ള ഫോമിലേക്ക് മാറ്റി. ഇനി രണ്ടാമത്തെ സിംപ്ലക്സ് ടേബിൾ വരക്കുന്നതിന് മുന്നേ ഇനീഷ്യലായിട്ട് നമ്മളൊന്ന് വരക്കും. അത് വരച്ച് കഴിഞ്ഞിട്ട് സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ വരക്കും. അവിടെ ഫൈനലി ആൻസർ വരുന്നത് x1 30 മൈനസ് എം, x2 0, s1 40 മൈനസ് എം, s2 0, a2 0. അപ്പം നമുക്ക് ഇനി a2നെയും കൂടി ഒഴിവാക്കിയാൽ ഫീസിബിൾ സൊല്യൂഷൻ ആണോ അല്ലയോ നോക്കണം. അപ്പം അവിടെ ലീസ്റ്റ് നെഗറ്റീവ് വാല്യൂ ആയ 30 മൈനസ് എം എടുക്കും. അപ്പോൾ x1 ആണ് ഇൻകമിങ് ഫാക്ടർ. അപ്പോൾ a2നെ നമുക്ക് ഡിപ്പാർച്ചർ ചെയ്യാം. അപ്പോൾ എന്താ പറയുന്നത്, x1 എന്ന് പറയുന്ന കോളത്തെ x2 അല്ലെ, x2 ഓൾറെഡി നേരത്തെ കൺവേർട്ട് ചെയ്ത് x1 അവിടെ x2 എന്ന് എഴുതിപ്പോയി, സോറി, x1 എന്ന് പറയുന്ന കോളത്തെ കൺവേർട്ട് ചെയ്ത് 0 0 1 മാറ്റും. അപ്പോൾ 0 0 1 മാറ്റി ഇതുപോലെ ഒരു റഫ് കോളം വരക്കും, ഒരു റഫായിട്ടുള്ള ടേബിൾ വരക്കും. എന്നിട്ട് നമ്മൾ തേർഡ് സിംപ്ലക്സ് ടേബിളിലേക്ക് വരക്കും. തേർഡ് സിംപ്ലക്സ് ടേബിളിൽ വരക്കുമ്പോൾ ഓർമ്മിക്കണം, ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഒരു തരത്തിൽ അവസാനം നമുക്ക് കിട്ടുന്ന ഫീസിബിൾ സൊല്യൂഷൻ ആകുമ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉണ്ടാവാനേ പാടില്ല. ബി സി എക്സ് ബി x1 s2 s1 s2 ഉണ്ടാവുള്ളൂ. അവിടെ നമുക്ക് ഫൈനലി തീറ്റ കാണേണ്ട ആവശ്യമില്ല. cj മൈനസ് zj ആൻസർ കിട്ടും 0 0 10 0. അപ്പോൾ നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടി. 0 അല്ലെ പോസിറ്റീവ് ആയാൽ ഫീസിബിൾ സൊല്യൂഷൻ ആണ് അർത്ഥം. സോ x1നെ 150 ആയിട്ടും x2നെ 100 ആയിട്ടും എടുക്കും. സോ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യും. മിനിമൈസ് z 30 x1 പ്ലസ് 40 x2ലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ 8500 വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദ നെക്സ്റ്റ് പ്രോബ്ലം, അടുത്ത കുറച്ചൊരു വലിയ പ്രോബ്ലം ആണ്. An air force is experimenting with 3 types of bombs M, N, O, in which 3 kinds of explosive
ഞാൻ ഒറ്റ പ്രാവശ്യമേ പറയുള്ളൂ, വലിയ പ്രോബ്ലമാണ്. എക്സ്പ്ലോസീവ് സച്ച് ആസ് P, Q and R will be used. By considering various variable, it has been decided to use maximum 300 kgs of explosive P, at least 240 kg of Q and exactly 270 kg of explosive R. Bomb M requires 322 kg of P, Q, R and respectively. Bomb N requires 143 kg of P, Q, R and bomb O requires 423 of P, Q and R respectively. Now bomb M will give the equivalent of 4-ton explosive, bomb N will give 6-ton explosive and bomb O will give 8-ton explosive. Under what production schedules can Air Force make a biggest bomb? അപ്പോൾ നമുക്ക് ഒരു എയർഫോഴ്സിൻ്റെ അകത്ത് എമ്മും എന്നും ഓവും എന്ന് പറയാൻ 3 ബോംബ് ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ 3 ടൈപ്പ് ഓഫ് എക്സ്പ്ലോസീവ് യൂസ് ചെയ്യും, PQR. അതുകൊണ്ട് തന്നെ വേരിയബിൾസിനെ നമുക്ക് ഡിസൈഡ് ചെയ്യണം. മാക്സിമം 300 kg ആണ് P യൂസ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് 240 kg Qവും അറ്റ്ലീസ്റ്റ് എക്സാക്ട്ലി 270 kg ആറും നമ്മൾ യൂസ് ചെയ്യും. അപ്പം നമുക്ക് ബോംബ് എമ്മിന് 322 kg ഓഫ് പിയും QR റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എം ഉണ്ടാക്കണമെങ്കിൽ 3Pയും 2Qവും 2Rഉം വേണം. ബോംബ് N ഉണ്ടാക്കണമെങ്കിൽ 1P 4Q 3Rഉം വേണം. ഇനി ബോംബ് O ഉണ്ടാക്കണമെങ്കിൽ 4P 2Q 3R kg റെസ്പെക്റ്റീവ്ലി വേണം. നമ്മളിവിടെ M ഈക്വലൻ്റ് 4 ടൺസ് എക്സ്പ്ലോസീവും Nന് 6 ടൺ എക്സ്പ്ലോസീവും Oക്ക് 8 ടൺ എക്സ്പ്ലോസീവും ആവശ്യമാണ്. അപ്പോൾ നമ്മളോട് പ്രൊഡക്ഷൻ ഷെഡ്യൂളിൽ എയർഫോഴ്സിൽ എങ്ങനെയാണ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവസാനം ഉണ്ടാക്കേണ്ടത് മാക്സിമൈസ് ആണ്. ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമൈസ്. അപ്പോൾ മാക്സിമൈസ് Z ഈസ് ഈക്വൽ ടു 4x1 പ്ലസ് 6x2 പ്ലസ് 8x3. സൈഡിൽ ആദ്യം എഴുതേണ്ടത് M ഈസ് ഈക്വൽ ടു x1, N ഈസ് ഈക്വൽ ടു x2, O ഈസ് ഈക്വൽ ടു x3. അത് മൂന്നും അവിടെ എഴുതുക. എന്നിട്ട് മാക്സിമൈസ് Z ഈസ് ഈക്വൽ ടു 4x1 പ്ലസ് 6x2 പ്ലസ് 8x3. ഇനി നമ്മൾ കൺസ്ട്രെയിൻസ് ഓരോന്നും ഉണ്ടാക്കണം. സിമ്പിളാണ്, കുറച്ച് വലിയൊരു പ്രോബ്ലം ഒന്ന് കാണുമ്പേ ഉള്ളൂ. ഫസ്റ്റ് കൺസ്ട്രെയിൻസ് എന്താ? ആദ്യം എന്താ ഉണ്ടാക്കേണ്ടത്? നോക്കാം. M എന്ന് പറയുന്ന ബോംബ് ഉണ്ടാക്കണമെങ്കിൽ 3x1 പ്ലസ് 2x M എന്ന് പറയുന്ന ബോംബ് ഉണ്ടാക്കണമെങ്കിൽ 3x1 പ്ലസ് 1x2 പ്ലസ് P എന്ന് പറയുന്ന ഐറ്റം, P എന്ന് പറയുന്ന കൺസ്ട്രെയിൻസ് ഉപയോഗിക്കുന്നത്. M എന്ന് പറയുന്ന ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് P എടുക്കുന്നത് 3, ദെൻ N എന്ന് പറയുന്ന ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് P എടുക്കുന്നത് 1, O എന്ന് പറയുന്ന ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് P എടുക്കുന്നത് 4 അല്ലേ? അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക? അപ്പോൾ ആ ഒരു Pയുടെ മാക്സിമം എത്രയാണെന്ന് പറയുന്നത് 300. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് കൺസ്ട്രെയിൻ ഉണ്ടാക്കുക? നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ LPPയിൽ, അതേപോലെ 3x1 പ്ലസ് x2 പ്ലസ് 1x2 പ്ലസ് 4x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 300. ഇനി Qയുടെ കേസ്, Q എന്ന് പറയുന്ന എക്സ്പ്ലോസീവ് M എന്ന് പറയുന്ന ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2Qവും N എന്ന് പറയുന്ന ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4Qവും O എന്ന് പറയുന്ന ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2Qവും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ Qയുടെ മാക്സിമം ലിമിറ്റ് എത്ര? അറ്റ്ലീസ്റ്റ് 240. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക? 2x1 പ്ലസ് 4x2 പ്ലസ് 2x3 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 240. അടുത്ത കൺസ്ട്രെയിൻസോ? അടുത്ത കൺസ്ട്രെയിൻസ് എന്തായിരുന്നു? PQR ആയിരുന്നു അല്ലേ? M എന്ന് പറയുന്ന ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 kg ആറും N എന്ന് പറയുന്ന ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 kg ആറും O എന്ന് പറയുന്ന ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 kg ആറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആറിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 270. അപ്പോൾ ആ കൺസ്ട്രെയിൻസ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? 2x1 പ്ലസ് 3x2 പ്ലസ് 3x3 ഈസ് ഈക്വൽ ടു 270. അപ്പം മിക്സഡ് അല്ലേ? ഒന്ന് ലെസ് ദാൻ ഈക്വൽ ടു, മറ്റൊന്ന് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, മറ്റൊന്ന് 270. സോ താഴെ x1, x2, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കൺസ്ട്രെയിൻസും ഒബ്ജക്റ്റീവും കിട്ടിയ ഒന്നുമില്ല, ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യും പോലെ കൺവേർട്ട്. ഞാനൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലേ. കൺവേർട്ട് ഇക്വേഷൻ ഇൻ ടു ഇക്വാലിറ്റി ആൻഡ് ആൾസോ ഇൻട്രൊഡ്യൂസ് സ്ലാക്ക്, സർപ്ലസ് ആൻഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് M ആൻഡ് സർപ്ലസ് വേരിയബിൾ 0. നമ്മളൊന്ന് മാറ്റും. ഗ്രേറ്റ് ലെസ് ദാൻ ആർ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യും. അപ്പോൾ എങ്ങനെ വരും? 3x1 പ്ലസ് x2 പ്ലസ് 4x3 പ്ലസ് s1 ഈസ് ഈക്വൽ ടു 300.
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ സർപ്ലസ് വേരിയബിൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ, സർപ്ലസ് വേരിയബിൾ മൈനസ് ചെയ്യും, ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ 2x1 പ്ലസ് 4x2 പ്ലസ് 2x3 മൈനസ് s2 പ്ലസ് a1 ഈസ് ഈക്വൽ ടു 240. ഇനി ഈക്വൽ ടു ആകുമ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ 2x1 പ്ലസ് 3x2 പ്ലസ് 3x3 പ്ലസ് a2 ഈസ് ഈക്വൽ ടു 270. സോ x1 s2 s1 s2 a1 a2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ഇനി ബാക്കി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ സ്പീഡ് പറയാൻ പോവാണ്. x1 താഴെ കോളം വൈസ് എഴുതാം. 3 2 2, x2 1 4 3, x3 4 2 3, s1 1 0 0, s2 0 minus 1 0, a1 0 1 0, a2 0 0 1. So is equal to xb is equal to 300 240 270. ഇത്ര എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു. ബാക്കി സിമ്പിളാണ് സാധനം. ബാക്കി നമ്മൾ സാധാരണ ഇതുപോലെ. സെക്കൻഡ് സ്റ്റെപ്പ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇതും കൂടി നോക്കണം. നമ്മൾ ഒബ്ജക്റ്റീവ് മാക്സിമൈസ് ആണ്. മാക്സിമൈസ് ആകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? മൈനസ് ആണ് ചെയ്യേണ്ടത്. മാക്സിമൈസ് ആകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഫംഗ്ഷൻ മൈനസ് ആണ് ചെയ്യേണ്ടത്. ഡൗട്ട് ഇല്ലല്ലോ. മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 4x1 പ്ലസ് മിനിമൈസ് ചെയ്യുമ്പോൾ ഇടും, മാക്സിമൈസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൽ മൈനസ് അല്ലേ ചെയ്തത്. മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 4x1 പ്ലസ് 6x2 പ്ലസ് 8x3 പ്ലസ് 0s1 പ്ലസ് 0s2 മൈനസ് ma1 പ്ലസ് ma2. ഇതൊന്നും അറിയാത്ത പ്രശ്നമില്ലല്ലോ. നമ്മൾ ആദ്യം ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കാണും. നേരത്തെ ചെയ്ത പോലെ ബി സി എക്സ് ബി x1 s2 s3 s1 s2 a1 a2 തീറ്റ നേരത്തെ ചെയ്ത പോലെ തന്നെ എഴുതും. s1ഉം a1ഉം a2. s1 വാല്യൂ 0, a1 മൈനസ് 1, a2 മൈനസ് 1. xb 300 240 270. x1ന്റെ വാല്യൂ എഴുതും 3 2 2, x2 1 4 3, x3 4 2 3, s1 1 0 0, s2 0 മൈനസ് 1 0, a1 0 1 0, a2 0 0 1. നമ്മൾ x1ഉം x2 നോക്കും. അതിനകത്ത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്ന മാക്സിമൈസ് ആണ്. മാക്സിമൈസ് ചെയ്യുമ്പോൾ മാക്സിമം എലിമെന്റ് എടുക്കും. 4 ഏതിലാണുള്ളത്? x2ലാണുള്ളത്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു xb ഡിവൈഡ് ബൈ x2. സോ 300 ഡിവൈഡ് ബൈ 1 300, 240 ഡിവൈഡ് ബൈ 4 60, 270 ഡിവൈഡ് ബൈ 3 90. ഇനി സി ജെ കാണും. സി ജെ 4 6 8 0 0 മൈനസ് എം മൈനസ് എം. എസ് ജെ സെറ്റ് ജെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടല്ലോ, അറിയാലോ. മൈനസ് 4m മൈനസ് 7m മൈനസ് 5m 0m മൈനസ് എം മൈനസ് എം. സി ജെ മൈനസ് എച്ച് ജെ 4 പ്ലസ് 4m 6 പ്ലസ് 7m 8 പ്ലസ് 5m 0 മൈനസ് എം 0 0. എല്ലാം പ്ലസ് ആയതുകൊണ്ട് നമ്മൾ സെറ്റ് ജെ മാക്സിമം എടുക്കും. സി ജെ മൈനസ് എച്ച് ജെ എല്ലാം പ്ലസ് ആണ്. അപ്പോൾ സെറ്റ് ജെ മാക്സിമം ഉള്ള മൈനസ് എടുക്കും. സെറ്റ് ജെ മാക്സിമം ഉള്ള മൈനസ് ഏതാ? x2. അപ്പോൾ x2 നമ്മൾ എന്ത് ചെയ്യും? ഹയസ്റ്റ് പോസിബിൾ വാല്യൂ 6 പ്ലസ് മാക്സിമൈസ് ആകുമ്പോൾ നമുക്ക് പോസിബിൾ വാല്യൂവിൻ്റെ എടുക്കുകയും ചെയ്യാം. അതുമാത്രമല്ല മൈനസ് എക്സ് 7m ഉള്ളത് മാക്സിമൈസ് ആകുമ്പോൾ നമ്മൾ പ്ലസ് എം എടുക്കും. സോ 6 പ്ലസ് 7m. സോ x2 ഈസ് ദ ഇൻകമിംഗ് ഫാക്ടർ. ദ ബേസിക് വേരിയബിൾ a1 ഡിപ്പാർട്ട് ഫ്രം ദ സൊല്യൂഷൻ. a1നെ നമ്മൾ ഒഴിവാക്കും. മിനിമൈസ് ദ പോസിറ്റീവ് വാല്യൂ എടുക്കും. കീ എലിമെന്റ് 4 ആയിട്ടാണ്. അതിൻ്റെ അകത്ത് മാക്സിമം എലിമെന്റ് 4 ആണ്. 4 എടുക്കും. a1 നമ്മൾ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ വരയ്ക്കും. റഫ് ടേബിൾ വേണേൽ വരയ്ക്കാം. നമ്മൾ ഇനി റഫ് ടേബിൾ ഒന്നും വരയ്ക്കണ്ട, നമ്മൾ കുറേ പഠിച്ചില്ലേ. സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ വരയ്ക്കും. ബി സി സി ബി x1 s2 s3 a1 a2 a2 ഉണ്ടാവുള്ളൂ. a1 ഉണ്ടാവോ? ഇല്ല. അപ്പോൾ നമ്മൾ a1ന് പകരം അവിടെ എന്തെടുക്കും? s1 എടുക്കും. s1 x2 a2 എടുക്കും. ഓക്കെ, നമ്മൾ s1 ഓൾറെഡി ഉണ്ട്. a1ന് പകരം x2 എടുത്ത്. ഇൻകമിംഗ് ഫാക്ടർ x2 അല്ലേ. 0 6 മൈനസ് എം 240 60 90. x1 5 ഡിവൈഡ് ബൈ 2 കിട്ടുന്നില്ല, അറിയാലോ. 1 ഡിവൈഡ് ബൈ 2 1 ഡിവൈഡ് ബൈ 2. x2നെ നമ്മൾ എന്ത് ചെയ്യും? 0 എലിമെന്റിലേക്കും 1 എലിമെന്റിലേക്കും കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തപ്പോൾ വരും ഇങ്ങനെ വരിക 0 1 0 വരും അല്ലേ. സോ x3 7 ബൈ 2 1 ബൈ 2 3 ബൈ 2 വരും. s1 1 0 0, s2 1 ബൈ 4 മൈനസ് 1 ബൈ 4 3 ബൈ 4, a2 0 0 1. കാൽക്കുലേറ്റ് ചെയ്യുന്നല്ല അറിയാലോ. തീറ്റ xb ഡിവൈഡ് ബൈ x3 ആണ് വരിക. കാരണം x3 ആണ് ഇവിടെ മാക്സിമം എലിമെന്റ് വരുന്നത്. അല്ല, അതിൻ്റെ വാല്യൂബിൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ 240 ഡിവൈഡ് ബൈ 7 ബൈ 2 69, 60 ഡിവൈഡ് ബൈ 1 ബൈ 2 120, 90 ഡിവൈഡ് ബൈ 3 ബൈ 2 60. സോ xc ജെ ബാക്കി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞു തരേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ്. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്യുക പോലെ. സി ജെ അതുകൊണ്ടാണ് സ്പീഡ് പോകുന്നത്.
Cj 4, 6, 8, 0, 0 minus m. Zj 3 minus 1 by 2m, 6, 3 minus 3 by 2m, 0, minus 3 by 2 minus 3 by 4m minus m. Cj minus Zj 1 plus 1 by 2m, 0, 5 plus 3 by 2m, 0, 3 by 2 plus 3 by 4m, 0. അതിനകത്ത് നമ്മൾ x3 എന്താണ് മോസ്റ്റ് വാല്യുബിൾ ആയിട്ട് എടുത്ത് സെക്കൻഡ് ടേബിൾ മോസ്റ്റ് പോസിറ്റീവ് വാല്യൂ 5 പ്ലസ് 3 by 2m മാക്സിമം ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ 5 പ്ലസ് 3 by 2m. So x3 is the incoming factor. Basic variable a2 will be departure corresponding the minimum value. അപ്പോൾ നമ്മൾ ഏതെടുത്ത് x3 incoming factor എടുത്ത് ഇനി നമുക്ക് ഇൻകമിങ് ഫാക്ടർ എടുത്ത് അതിൻ്റെ കീ എലിമെൻറ്റ് 3/2. അപ്പോൾ a2 ഡ്രോപ്പ് ചെയ്യണം. a2 ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ തേർഡ് സിംപ്ലക്സ് ടേബിൾ വരക്കും. റഫായി ടേബിൾ വേണേൽ വരക്കും. ബി സി എക്സ് ബി x1 x2 x3 s1 s2 a1 a2 ഡ്രോപ്പ് ആയിപ്പോയി. സോ നമ്മൾ a2ന് പകരം അവിടെ എന്തെടുക്കും s1 s2 a2ന് പകരം എന്തെടുക്കും x3 എടുക്കും. സോ സി 0 6 8 വരും. എക്സ് ബി 30 30 60 വരുന്ന അറിയാലോ. x1 4/3 1/3 1/3 x2 0 1 0 x3 0 0 1 s1 1 0 1 s2 minus 3 divided by 2 minus 1 divided by 2 1/2. ഇനി cj 4 6 8 0 0 zj അറിയാലോ 14 divided by 3 6 8 0 1 cj minus zj index minus 2/3 0 0 0 minus 1. So third table elements 0 or negative. 0 or negative ആണ്. Hence the optimal solution. നേരത്തെ നമുക്ക് മിനിമൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിനിമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് മിനിമൈസ് ആവുമ്പോൾ പോസിറ്റീവ് ഒരു 0 ആവണം. നമ്മളുടെ ഒബ്ജക്റ്റീവ് മാക്സിമൈസ് ആവുമ്പോൾ നമ്മളുടെ ഫീസിബിൾ സൊല്യൂഷൻ ആവേണ്ടത് എപ്പോഴും എന്താവുമ്പോൾ നെഗറ്റീവ് ഓർ 0. അത് മറന്നു പറയാം. ഒബ്ജക്റ്റീവ് മാക്സിമൈസ് ആവുമ്പോൾ നമ്മളുടെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ മൈനസോ 0 ആവണം. ഇനി ഒബ്ജക്റ്റീവ്സ് മിനിമൈസ് ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ടേബിള് പോസിറ്റീവോ 0 ആയിരിക്കണം, എന്നാലേ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആവുള്ളൂ. ഇവിടെ നമ്മൾ മാക്സിമൈസ് ആയിരുന്നു ഫംഗ്ഷൻ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വാല്യൂ ഫൈനൽ തേർഡ് ടേബിൾ a1 ഏറ്റവും പോയപ്പോൾ തേർഡ് ടേബിളിൻ്റെ വാല്യൂ മൈനസ് ഓർ 0 ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഓർ 0 ആണ്. സോ ദ വാല്യൂ 0 ഓർ നെഗറ്റീവ്, ഹെൻസ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ് x1 ഈസ് ഈക്വൽ ടു 0, അതുപോലെ തന്നെ x2 ഈസ് ഈക്വൽ ടു 30, x3 ഈസ് ഈക്വൽ ടു 60. ദർഫോർ നമുക്ക് വാല്യൂ അപ്ലൈ ചെയ്യാം. നമ്മളെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ z ഈസ് ഈക്വൽ ടു 4x1 പ്ലസ് 6x2 പ്ലസ് 8x2 x3 ആയിരുന്നു. അത് മാറി വാല്യൂ കൊടുക്കും. ദർഫോർ z ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 0 പ്ലസ് 6 ഇൻറ്റു 30 പ്ലസ് 8 ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു 660. 660 എന്ന് പറയുന്ന ഈ 4 പി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 0ഉം ക്യൂ എന്ന് പറയുന്ന എക്സ്പ്ലോസീവ് 30ഉം ആർ എന്ന് പറയുന്ന എക്സ്പ്ലോസീവ് 60 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ബോംബ് ബാങ്ക് ചെയ്യാൻ പറ്റും. 660 എന്ന് പറയുന്ന കോസ്റ്റിനുള്ളിൽ ബോംബ് ബാങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നും കൂടി റിവൈസ് ചെയ്യാം, എന്നിട്ട് ഹോംവർക്കും കൂടി പറയാം. സമയം കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഒരു ബോംബ് ഉണ്ടാക്കാനുള്ള ബിഗ്ഗസ്റ്റ് ബാങ്ക് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസിൽ മാക്സിമൈസ് കണ്ട് ഒബ്ജക്റ്റീവ് മാക്സിമൈസ് ആണ് z 4x1 പ്ലസ് 6x2 പ്ലസ് 8x3. നമ്മൾ കൺസ്ട്രെയിൻസ് ഉണ്ടാക്കി 3x1 പ്ലസ് x2 പ്ലസ് 4x3 ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 300, 2x1 പ്ലസ് 4x2 പ്ലസ് 2x3 ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 240, 2x1 പ്ലസ് 3x2 പ്ലസ് 3x3 ഈസ് ഈക്വൽ ടു 270. അപ്പോൾ 3 വേരിയബിൾസ് മിക്സ്ഡ് ഉണ്ട്. അതിനകത്ത് നമ്മൾ 3ഉം ഈക്വൽ ആയിട്ട് സ്ലാക്ക് വേരിയബിൾ വേണ്ടെടുത്ത് സ്ലാക്ക് വേരിയബിൾ കൊടുത്ത്, സർപ്ലസ് വേരിയബിൾ എടുത്തു, ആർട്ടിഫിഷ്യൽ വേരിയബിൾ എടുത്ത് വേണ്ടെടുത്ത് അത് കൊടുത്ത്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ആകുമ്പോൾ അവിടെ എന്ത് മാത്രമേ വേണ്ടൂ, സ്ലാക്ക് മാത്രമേ വേണ്ടൂ. സോ S1 കൊടുത്തു ഫസ്റ്റ് കൺസ്ട്രെയിൻസ്. സെക്കൻഡ് കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അവിടെ സർപ്ലസ് വേരിയബിൾസും ആർട്ടിഫിഷ്യൽ വേരിയബിളാണ്. സർപ്ലസ് വേരിയബിൾ -S2 ആർട്ടിഫിഷ്യൽ വേരിയബിൾ A1 കൊടുത്തു. മൂന്നാമത്തെ കൺസ്ട്രെയിൻസ് ഈക്വൽ ടു ആണ്, അപ്പോൾ അവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ A2 കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കിയൊന്നും പ്രശ്നമില്ല, ബാക്കിയൊക്കെ സെയിം ആണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ചെയ്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ശ്രദ്ധിക്കണം. മാക്സിമൈസ് ആകുമ്പോൾ 4x1 പ്ലസ് 6x2 പ്ലസ് 8x3 പ്ലസ് 0s1 പ്ലസ് 0s2 മൈനസ്, അപ്പോൾ നമ്മൾ മാക്സിമം ഫംഗ്ഷൻ എഴുതുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് മൈനസ് ആണ് എഴുതേണ്ടത്. -ma1 പ്ലസ് മൈനസ് ma1 മൈനസ്
MA2 എന്നാണ് എഴുതേണ്ടത്. കാരണം ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എപ്പോഴും മാക്സിമമോ മൈനസോ വരും. ഇനി നമ്മൾ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ നേരത്തെ വരച്ചതുപോലെ വരയ്ക്കും. അപ്പോൾ x2 ആണ് ഇവിടുത്തെ ഇൻകമിങ് ഫാക്ടർ കണ്ട് A1നെ ഡ്രോപ്പ് ചെയ്ത് A1ന് പകരം x2 എടുത്ത് അടുത്ത സെക്കൻഡ് ടേബിൾ വരയ്ക്കുമ്പോൾ x3 ആണ് അവിടുത്തെ മോസ്റ്റ് വേരിയബിൾ കണ്ടെത്തി. അപ്പോൾ x2 ഇൻകമിങ് ഫാക്ടർ ആയിട്ട് എടുത്ത് A2നെ ഡ്രോപ്പ് ചെയ്തപ്പോൾ നമ്മൾ തേർഡ് ടേബിൾ വരയ്ക്കും. തേർഡ് ടേബിൾ വരയ്ക്കുമ്പോൾ കീ എലിമെന്റിനെ ബേസ് ചെയ്യണം. എപ്പോഴും കീ എലിമെന്റിനെ ബേസ് ചെയ്തിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ തേർഡ് ടേബിൾ വരച്ചപ്പോൾ നമുക്ക് ഫൈനലി നെഗറ്റീവ് ഓർ സീറോ വാല്യൂ കിട്ടി. അപ്പോൾ മാക്സിമൈസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ഓർ സീറോ വാല്യൂ കിട്ടും. ഒപ്റ്റിമം സൊല്യൂഷൻ ആണ്. അങ്ങനെ x1 0, x2 30, x3 60 കിട്ടി. അപ്പോൾ നമ്മൾ സെറ്റിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ 660 കിട്ടി. ഓക്കെ, ഒരു ഹോംവർക്ക് ഉണ്ട്. ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്യുക. മാക്സിമൈസ് Z ഈസ് ഈക്വൽ ടു 200x1 പ്ലസ് 225x2. Subject or constraints 50x1 plus 100x2 less than or is equal to 1000, x1 less than or is equal to 6, x2 greater than or equal to 4, x1 x2 greater than equal to 0. മാക്സിമൈസ് അതുപോലെ തന്നെ മിക്സഡ് ആണ്. ഒന്ന് ലെസ് ദാനും ഒന്ന് ഗ്രേറ്റർ ദാനും, രണ്ടെണ്ണം ലെസ് ദാനും ഒന്ന് ഗ്രേറ്റർ ദാനും തന്നിട്ടുണ്ട്. അപ്പോൾ മിക്സഡ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് സാധാരണ ചെയ്യുമ്പോൾ ചെയ്യുക. ചെറിയൊരു ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, ഒരു ഹോംവർക്കും കൂടിയും. മിനിമൈസ് ഇതിൻ്റെ കൺസ്ട്രെയിൻസ് ഒബ്ജക്റ്റീവ് നോക്കണം, മാക്സിമൈസ് ആണ്. അപ്പം അതുപോലെ സെറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് മിനിമൈസ് ആണ്. രണ്ടും ഞാൻ ഒരുമിച്ച് തന്നത് ഒരുമിച്ച് ചെയ്താൽ കൺഫ്യൂഷൻ തരും. മിനിമൈസ് Z ഈസ് ഈക്വൽ ടു 2x1 പ്ലസ് 3x2 സബ്ജക്റ്റ് ടു x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 250. x1 plus x2 greater than or is equal to 350, x1 greater than or equal to 125, x2 plus x2 2x1 plus x2 less than or is equal to 600, x1 x2 greater than or is equal to 0. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. അടുത്ത നാലാമത്തെ ഒരു ക്വസ്റ്റ്യന് മിനിമൈസ് Z ഈസ് ഈക്വൽ ടു 2x1 പ്ലസ് 3x2 സബ്ജക്റ്റ് ടു x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 350, ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 250. ദെൻ നെക്സ്റ്റ് വരുന്നത് 350, x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 125, 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 600, x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ, മിക്സഡ് ടൈപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ടും ഉണ്ട്. അപ്പോൾ രണ്ടും ഉണ്ടാകുമ്പോൾ മിക്സഡ് ടൈപ്പിൽ ചെയ്യണം. ഇനി നേരത്തെ ഇപ്പം ടീച്ചർ തന്നതാ 12ാമത്തെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്, 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഹോംവർക്കിൻ്റെ ആൻസർ വരുന്നത് 2775 എന്ന് പറഞ്ഞാൽ അവസാനം കിട്ടുന്ന x1 ഈസ് ഈക്വൽ ടു 6ഉം x2 ഈസ് ഈക്വൽ ടു 7ഉം കിട്ടും. x1ന്റെ വാല്യൂ 6ഉം x2ന്റെ വാല്യൂ 7ഉം കിട്ടും. അപ്പോൾ നമ്മളെ മാക്സിമൈസിൽ സെഡിൽ അപ്ലൈ ചെയ്താൽ ഫൈനലി ആൻസർ കിട്ടുന്ന 2775 ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. 2775 ഇല്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. ഇനി ഈ തേർഡ് ഇല്ലുസ്ട്രേഷൻ ഇപ്പം തന്ന മൂന്നാമത്തെ ഈ ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ ഇല്ലുസ്ട്രേഷനിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ മിനിമൈസ് Z ഈസ് ഈക്വൽ ടു 2x1 പ്ലസ് 3x2 എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ഫൈനലി സൊല്യൂഷൻ കിട്ടുന്നത് x1 250ഉം x2 100ഉം, x1 250ഉം x2 100ഉം അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മിനിമൈസ് ആണ്. മിനിമൈസ് Z ഈസ് ഈക്വൽ ടു 800. ആൻസർ കിട്ടുന്ന മിനിമൈസ് Z ഈസ് ഈക്വൽ ടു 800 ആണ്. സോ x1 250ഉം x2 100ഉം Z ഈസ് ഈക്വൽ ടു 800ഉം ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് എൻ്റെ അടുത്ത് ചോദിക്കുക. ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കുക. താങ്ക് യു.